ഹായ് ജുജുബീസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ ഇപ്രാവശ്യം പോകുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തോട്ടാണ്. ഇന്ത്യയുടെ ലാസ്റ്റ് പോയിൻ്റ്, സൗത്തിലുള്ള ലാസ്റ്റ് പോയിൻറ്റിലോട്ടാണ്. അതെ, ത്രിവേണി സംഗമം. 3 കടൽ സംഗമിക്കുന്ന സ്ഥലം. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും കൂടെ 3ഉം കൂടെ ചേരുന്ന ത്രിവേണി സംഗമത്തിലാണ് വന്നേക്കുന്നത്. രാവിലെ 6:30 ആയിട്ടുണ്ട് കേട്ടോ. സൺറൈസ് കാണാനുള്ള തിരക്കാണ് നിങ്ങൾ ഈ കണ്ടതല്ല. പക്ഷെ ഇന്ന് മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് പതിയാണ് സൂര്യൻ വന്നത്. ഇത് ഹാർബറിൻ്റെ ഭാഗമാണ്. കുഞ്ഞിലെ ഞാൻ 8ലൊക്കെ പഠിക്കുന്നവരെ എൻ്റെ അച്ഛൻ ഇവിടെയായിരുന്നു ജോലി, ഫിഷറീസിലായിരുന്നു. അപ്പോൾ സ്ഥിരം വരുന്ന സ്ഥലമായിരുന്നു. എനിക്കും ചേട്ടനും ലീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വരുന്നത് അമ്മ ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. അച്ഛൻ ഇവിടെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. എല്ലാ മാസവും വരും. അത്രയ്ക്ക് അറ്റാച്ച്ഡാണ്. ഈ കാണുന്ന ക്യൂ മൊത്തം എന്തിനാണെന്നല്ല ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതെ, നമ്മൾ വിവേകാനന്ദ പാറയെ കാണാൻ പോവാണ്. അങ്ങോട്ടുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കണ്ടതല്ല. ഇവിടുന്ന് ടിക്കറ്റും എടുത്ത് നമ്മൾ ബോട്ടിലാണ് പോകുന്നത് അപ്പുറത്തോട്ട്. പണ്ടത്തിൽ കടത്തെന്നൊക്കെ പറയും, ഇപ്പോഴും ഇവിടെ ബോട്ടുണ്ട്. ബോട്ടിലാണ് പോകുന്നത്. ഇതാണ് ബോട്ടിലെ ടിക്കറ്റ്. ഇവിടെ നിന്നാൽ മാത്രം പോലും ഇങ്ങനെ ക്യൂ നിന്ന് പിന്നെയും ക്യൂ നിൽക്കണം. രാവിലെ തുടങ്ങിയ ക്യൂ ആണ്. എന്താൾക്കാരാണെന്നറിയോ ഇവിടെ കാണാനായിട്ട്. ഞങ്ങൾ രാവിലെ 8 മണിയാകുമ്പോഴേ ടിക്കറ്റ് എടുക്കത്തുള്ളൂ. 8 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്ത ക്യൂ നിന്ന് വേണം വരാനായിട്ട്. ഇങ്ങനെ വന്ന് ഈ ലൈഫ് ജാക്കറ്റൊക്കെ തരും നമുക്ക് അവിടെ നിന്ന്. ആ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ആ ബോട്ടിൽ കയറിയിട്ട് വേണം അപ്പുറത്തോട്ട് പോകാനായിട്ട്. നല്ല വെയിൽ തുടങ്ങി കേട്ടോ. കടൽ തീരം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കര ചൂടായിരുന്നു. ഉപ്പ് കാറ്റടിക്കുന്നതുകൊണ്ടായിരിക്കണം, എന്താണെന്നറിയില്ല. എനിക്കാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ തൊട്ട് ദാഹിക്കുക. അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. ആ വെള്ളത്തിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനാണെങ്കിൽ വെള്ളം എടുക്കാനും മറന്നുപോയി. രാവിലെ സൺറൈസ് കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, അതുകൊണ്ട് വെള്ളം എടുക്കാനും മറന്നുപോയി. ബോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ, തിരുവള്ളൂർ സ്റ്റാച്ചുവും വിവേകാനന്ദ പാറയൊക്കെ. അങ്ങോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഇറങ്ങി. നല്ല വെയിൽ, കുടയെടുത്തില്ല, ഒന്നുമില്ല, നല്ല വെയിലുണ്ടായിരുന്നു. സൺസ്ക്രീൻ രാവിലെ തേച്ചായിരുന്നു, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. നമ്മളിങ്ങനെ വന്ന് അവിടുന്ന് നമ്മൾ ബോട്ടിൽ വരാനുള്ള ടിക്കറ്റ് എടുത്തു. പക്ഷേ അത് മാത്രം പോരാ, അതിനകത്തോട്ട് എടുക്കാനുള്ള ടിക്കറ്റ് നമ്മൾ അവിടെ നിന്ന് എടുക്കണം. അങ്ങനെ ആ ടിക്കറ്റും എടുത്തിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് കയറാനായിട്ട്. ബോട്ടിൽ വരാനായിട്ട് 50 രൂപയും ഇവിടുന്ന് ഒരു 30 രൂപ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ പുറകെ കാണുന്നതാണ് വിവേകാനന്ദ പാറ. ഇതിനകത്ത് ഈ ബിൽഡിങ്ങിൻ്റെ അകത്താണ് വിവേകാനന്ദൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. അതിനകത്ത് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല, ക്യാമറയ്ക്ക് അലൗഡ് അല്ല. ഞാൻ അകത്ത് കയറി കണ്ട്. നല്ല തണുപ്പാട്ടോ, തണുപ്പും നിശബ്ദതയാണ് അതിനകത്ത്. വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവും കണ്ട് തിരിച്ചിറങ്ങി നടന്ന് വന്ന് ഇതാണ് തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു. അങ്ങോട്ടാണ് നമ്മളീ പോകുന്നത്. ഇത് പുതിയത് പണിതാണ് കേട്ടോ. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് വരുന്നത്. അത് താഴത്തെ വ്യൂ കാണുന്ന പോലെ, ഇത് കണ്ടോ, ഇതുപോലെ താഴത്തേത് കടൽ കണ്ടു പോകാൻ പറ്റുന്ന പോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് അവിടെ വരുന്നത്. അവിടെ മറ്റേ വോയിസ് പറയുന്നുണ്ട്, വോയിസ് റെക്കോർഡിങ് വെച്ചിട്ടുണ്ട്. ഇതുവരെ കിടക്കരുത്, നടക്കാൻ മാത്രമേ പാടുള്ളൂ, ചവിട്ടരുത്, ചാടരുത് എന്നൊക്കെ പല ലാംഗ്വേജിൽ പറയുന്നുണ്ട്. അവിടെയൊക്കെ എത്തിയപ്പോഴേക്കും മുകളിലോട്ട് നോക്കാൻ വയ്യ, കണ്ണ് വല്ലാണ്ടാവുമായിരുന്നു, ഭയങ്കര വെയിലായിട്ട്. പക്ഷെ രാവിലെ ഒത്തിരി സമയമൊന്നുമില്ല, 9:30 ആയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു. അകത്തോട്ട് കയറിപ്പോയി നമ്മളകത്തൊക്കെ കണ്ട് മുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കാലിൻ്റെ അത്രയും പൊക്കത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നടന്നിറങ്ങി വന്നു. മുകളിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, ഭയങ്കര വെയിലായിരുന്നു, എനിക്ക് കാണാൻ കൂടെ വയ്യാതെ, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. താഴെ നിന്ന് കാണുന്ന പോലെയല്ല, കുറച്ച് ദൂരത്ത് നിന്ന് കണ്ടാലേ അതിൻ്റെ ഭംഗിയൊക്കെയുള്ളൂ. ഈ കാണുന്നതെല്ലാം തിരുവള്ളൂരിൻ്റെ ഓരോരോ വാക്യങ്ങളാണ്. ഇതല്ലേ പല ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. അവിടെ തമിഴിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, 2 ലാംഗ്വേജിലും, പല ലാംഗ്വേജിലും 2 ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എനിക്കൊന്നും കാണുന്നില്ലായിരുന്നു വെയിൽ കാരണം. ഇങ്ങനെ അറ്റത്ത് നിന്ന്, അതായത് വിവേകാനന്ദ പാറ നിന്ന് കഴിഞ്ഞാൽ തിരുവള്ളൂരിൻ്റെ സ്റ്റാച്ചു നല്ലപോലെ കാണാം. അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റത്തില്ല ഈ വെയിൽ കാരണം. പക്ഷെ സകല മനുഷ്യരും വരുന്നുണ്ട്. അല്ല, ഞാനും പോയത് അതുകൊണ്ടാണല്ലോ. വെയിൽ കാണത്തില്ലെന്ന് വിചാരിച്ചാൽ രാവിലെ പോയത്, അങ്ങ് തീർത്ത് കഴിയാം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ പോയത്. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളൂരിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ബോട്ടിലാണ്, അവിടെയും ബോട്ടിലാണ് അങ്ങോട്ട് പോകുന്നത്. അതല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഒത്തിരി മെമ്മറിയുള്ള സ്ഥലമാണ് ഈ കന്യാകുമാരി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലെ ഞങ്ങൾ എപ്പോഴും വരുന്നൊരു സ്ഥലമായിരുന്നു എന്ന് തന്നെ. അത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങളോടെയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് മെമ്മറികളും ഭയങ്കരമായിട്ട് ഹോണ്ടാകുന്ന ഒരു സ്ഥലമാണ് കന്യാകുമാരി.
ഒത്തിരി നാളെ ഞാൻ വരണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടെ മൊത്തം കണ്ട് തിരിച്ചു പോരുവാണ്. തിരിച്ചു പോരുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ക്യൂ നിന്ന് തന്നെ വേണം പോകാൻ. പക്ഷെ അവിടെ നിൽക്കാൻ കുറച്ച് തണൽ, നമുക്ക് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയി തിരിച്ച് ഇങ്ങോട്ട് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ബോട്ടിലാണ് നമ്മൾ തിരിച്ചും പോകുന്നത്. അങ്ങനെ ബോട്ടിൽ പോയി തിരിച്ച് ഞാൻ റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വൈകിട്ട് ഇറങ്ങിയപ്പം ചുമ്മാ അവിടെയുള്ള കടകളിലൊക്കെ പോകുന്നതാണ്. ആ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ്. നമ്മൾ ആദ്യം അമ്പലം കണ്ടില്ലേ, സൺസെറ്റൊക്കെ കാണാൻ പോയില്ല, അവിടെ തന്നെയാണ് ഈ ഷോപ്പുകളൊക്കെ വരുന്നത്. ഞാൻ ഇങ്ങനത്തെ കുറച്ച് ശംഖൊക്കെ മേടിച്ചായിരുന്നു. അതിങ്ങനെ ഊതുന്ന ശംഖുണ്ട്, സൗണ്ട് വരുന്ന ശംഖുണ്ട്, സൗണ്ട് വരാത്ത ശംഖുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമാണ് ഈ കടകളൊക്കെ വരുന്നത്. കുറേ കടകളുണ്ടായിരുന്നു. അങ്ങനെ നടന്നു വന്ന് ഇങ്ങനൊരു സ്ഥലത്തോട്ട് വരുന്നത്, ഒരു ഗ്രൗണ്ട് പോലെ. ആ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. ആ അറ്റത്താണ് അമ്പലം വരുന്നത്. ഇതാണ് ബീച്ച്, ത്രിവേണി സംഗമം, 3 കടലൂടെ ചേരുന്ന സ്ഥലം. ഇവിടെ സൺസെറ്റും സൺറൈസും എല്ലാം ഒരേ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വിവേകാനന്ദ പാറയൊക്കെ കാണാം. രാത്രി ആകുമ്പോഴേക്കും ലൈറ്റ് ഇടും കേട്ടോ. അവിടെ ആ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ വന്നില്ലേ, ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ലൈറ്റൊക്കെ ഇടും. നല്ല പല പല കളറൊക്കെ ലൈറ്റ് വരും. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ചുക്ക് കാപ്പി മുറുക്കും കഴിച്ചു. നല്ല ടേസ്റ്റ്. നമുക്ക് ഇവിടെ കിട്ടുന്ന പോലത്തെ അല്ല, വേറൊരു ടേസ്റ്റാണ് മുറുക്കിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പം ഒരമ്മച്ചി വന്ന് എൻ്റെ കൈ നോക്കി തരാമെന്ന് പറഞ്ഞിട്ട്, കൈ നോക്കിയിട്ട് അവർ പറഞ്ഞു നല്ല ഭാവിയുണ്ട്, നല്ല രീതിയിൽ വരും, എനിക്ക് 4 പിള്ളേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ലതേ പറയത്തുള്ളൂ അങ്ങനെയെന്ന് പറഞ്ഞു. രസം, കേൾക്കാൻ രസത്തിൽ അവർക്ക് അവരുടെ കൈ നീട്ടം കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുവാണ്. സൺസെറ്റ് കാണാനായിട്ട് ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. ഈ കുറേ ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവർക്കും വന്നില്ല. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട്. പല നാട്ടിൽ നിന്നുള്ള കുറേ ആൾക്കാരുണ്ട്. മലയാളികളെ ഞാൻ കുറച്ച് പേരെ കണ്ടു. ഈ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് തീർത്ഥാടനമില്ലേ, അതിൽ ആ പാക്കേജൊക്കെ എടുത്ത് വരുന്നവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ സൺസെറ്റ് കാണാൻ വന്നിട്ട് സൂര്യരശ്മികളൊക്കെ മുകളിൽ കാണാം, രശ്മി മാത്രമേ കാണത്തുള്ളന്നേ ഉള്ളൂ, സൂര്യനെ കാണത്തില്ല. കുറേ നേരം നിന്ന് നോക്കി, ഒരു രക്ഷയില്ല. സൂര്യൻ വരുന്നു പോകുന്നു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് ചുമ്മാ അത് നോക്കി നിൽക്കാമെന്നല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോരാൻ നേരത്ത് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി, കടകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു. ശംഖാണ് അവിടുത്തെ മെയിനായിട്ടുള്ളത്. ശംഖ് കൊണ്ടുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ 2 സൈഡിൽ. പിന്നെ ഇതാണ് എൻ്റെ നൊസ്റ്റാൾജിക് ഫുഡ്. ഞാൻ കന്യാകുമാരി പോകുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് കൊത്തു പൊറോട്ട കഴിക്കുന്ന ഇവിടുന്ന്. എനിക്ക് ആ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു രസം. അത് ഒരു പ്രത്യേക രസമാണ് കൊത്തു പൊറോട്ട. അവരുണ്ടാക്കുന്നതിൻ്റെ ഒരു രീതി കാണാനായിട്ട്. അത് കന്യാകുമാരിയിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതേ കടയൊന്നുമല്ല, കടകളൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെയാണ്. അത് ടേസ്റ്റും ഒരുവിധമൊക്കെ പഴയ പോലെ തന്നെയാണെന്ന് പറയാം. ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടൊന്നും ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കൊത്തു പൊറോട്ട ഇലയിലാണ് അവിടെ എല്ലായിടത്തും ഇലയിലാണ് അവിടെ ഫുഡൊക്കെ തരുന്നത്. അത് ഫുള്ളായിട്ട് ഇലയിലോട്ടിട്ട് ഇങ്ങനെ നല്ല ചൂടുണ്ട്. അതങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ആ ചള്ളാസ് വരും, ആ ചള്ളാസും കൂടെ ഒഴിച്ച് കഴിക്കണം. ഒരു രക്ഷയില്ലതേ. ഇപ്പം പറയുമ്പം ഇത് വോയിസ് ഓവറാണ് ഞാൻ കൊടുക്കുന്നത്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ആ വെള്ളം വരും നമ്മളൊന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റ്. അത്ര ടേസ്റ്റ് ഉണ്ട് അതിന്. ഇതാണ് അവർ തരുന്ന ചള്ളാസ് എന്ന് പറയുന്ന സാധനം. നല്ല ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അതിന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി തിരിച്ച് റൂമിലോട്ട് പോവാണ്.
ഞാൻ കന്യാകുമാരി വന്നിട്ട് എവിടെയാണ് നിന്നതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെയാണ് നിന്നത്, ഈ ഹോട്ടലിലാണ് ഞാൻ നിന്നത്. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. ഇതാണ് അവിടുത്തെ റിസപ്ഷൻ ഏരിയ. നമ്മൾ ഫസ്റ്റ് ഹോട്ടലിലോട്ട് വരുമ്പം ഫസ്റ്റ് ഫ്ലോറാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പം ഇതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ വരുന്നത്. അവിടെ നിയർ ബൈ തന്നെയാണ്. ഇതാണ് നമ്മുടെ റൂം. അവിടെ ഫുള്ളായിരുന്നു, സ്റ്റീ റൂം മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് തരാനായിട്ട്. പക്ഷേ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് തന്നു. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോന്നു. അങ്ങനെ കന്യാകുമാരി സ്റ്റോറീസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കഥയായിട്ട് കാണാം.